അസ്സലാമലൈക്കും. ഇന്ന് പാട്ടിടണം എന്ന് എഴുതിയതാണ്, പക്ഷെ പറ്റിയില്ല മക്കളെ. നാളെ ഏതായാലും തിരുവനന്തപുരത്തേക്ക് പോകാൻ നിൽക്കുക. ചാനലൊന്ന് നടക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു, അതൊക്കെ വാങ്ങാൻ പോയി. അപ്പോൾ ഭയങ്കര തിരക്കായി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഏതായാലും വീഡിയോ ഇടാൻ പറ്റിയില്ല. പാട്ടൊക്കെ പാടാണ്ടാന്ന്. പിന്നെ ഒന്ന് കണ്ടോ, കുറേ തുന്നാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുന്നിയപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളൂ. മഗ്‌രിബ് നിസ്കാരത്തിനാണ് നീച്ചത് മെഷീൻ വന്ന്. രാവിലെ പോയി ഒരു സ്ഥലത്ത് പോയി കുറേ സാധനങ്ങൾ അവിടുന്ന് വാങ്ങിക്കൊണ്ട് വന്നു. കല്യാണമല്ലേ, അപ്പോൾ കുറച്ച് ചെരുപ്പുകളും ഇതൊക്കെ വാങ്ങാണ്ടായിരുന്നു, അതിന് പോയി. പിന്നെ കുറച്ച് ഡ്രസ്സ് വാങ്ങാണ്ടായിരുന്നു, അത് വാങ്ങി. പിന്നെ അങ്ങോട്ട് പോന്നു. വന്നപ്പോഴത്തേന് ഇവിടെ 2-3 തുണികൾ മുമ്പ് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അത് തുന്നായിരുന്നു. അത് തുന്നി കഴിഞ്ഞപ്പോഴത്തേന് തന്നെ നേരെ ഒരുപാടായി. പിന്നെ മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ നേരത്താണ് നീച്ചണം. അവിടുന്ന് നീച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ഈ നേരമായി. ഇനിയിപ്പോൾ ഇത് പറഞ്ഞിപ്പോൾ ഇടാം. എന്താ വെച്ചെങ്കിൽ തുന്നാനൊക്കെ കിട്ടുകയാണെങ്കിൽ സുഖമാണ് മക്കളെ. എന്തോ നമുക്കൊരു ദിവസം, ഞാനൊക്കെ ജാക്കറ്റ് തുന്നാൻ തുടങ്ങുമ്പോൾ ജാക്കറ്റിനുള്ള 60 ഉറുപ്പ്യാണ് ഒരു ബ്ലൗസിൻ്റെ തുന്നക്കൂലി. ഇന്ന് ലൈനിങ് ബ്ലൗസാണെങ്കിൽ അങ്ങാടി കൊടുത്താൽ 350 ഉണ്ട്. നമ്മളടുത്ത് ഇതേമാതിരി കുടിയിലിരിക്കണവർ ഇനിയിപ്പോൾ എത്രയോ വാങ്ങണ അറിയില്ല കേട്ടോ. ഞാൻ വാങ്ങണ 250 ലൈനിങ്ങിനും സാധക്ക് 200 അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാൻ വാങ്ങണം. അതന്നെ ശരിക്കും കിട്ടൂല, എപ്പോഴെങ്കിലൊക്കെ കിട്ടുള്ളൂ. എപ്പോഴും കിട്ടുകയാണെങ്കിൽ ദിവസം സാധാ ബ്ലൗസ് തന്നെ ഒരു 2 എണ്ണം വെച്ച് കിട്ടുകയാണെങ്കിൽ അല്ല, നമുക്ക് ജീവിച്ചാൽ വേറെ വലിയ ഇടങ്ങാറൊന്നുമില്ല. പക്ഷെ അത് സാധനം കിട്ടൂല, അതാണ് പ്രശ്നം. എല്ലാ കുട്ടികൾക്കൂടിയും മെഷീനായി. എല്ലാ കുട്ടികളും മെഷീൻ ചവിട്ട് പഠിച്ച ആൾക്കാരാണിപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെന്താ കാട്ടുക? കിട്ടുകയാണെങ്കിൽ ഒക്കെ നല്ല തൊഴിലാണ്, പക്ഷെ കിട്ടണില്ല. പിന്നെ നമ്മളെ പ്രദേശത്തു കൂടെ ഉള്ളത് പറഞ്ഞാൽ കൂടുതലും നമ്മൾ ഈ മുസ്ലിം കുട്ടികൾ, പിന്നെ എല്ലാ കുട്ടികളും ഉണ്ട്, മുസ്ലിം കുട്ടികളുണ്ട്, മറ്റവരുണ്ട്. അപ്പോൾ ഈ മറ്റവരാകുമ്പോൾ പിന്നെ ഈ കല്യാണത്തിന് ഇതിനൊക്കെ ഈ ബ്ലൗസുകൾ വാങ്ങുള്ളൂ. നമ്മളെ ആൾക്കാർ പിന്നെ ഫർദമ്മ കയറും, പിന്നെ അല്ലാത്തവർ ചുരിദാർ ഇടും. ഞാൻ തന്നെ ഫർദയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ മറ്റുള്ള പോലെ പറയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ എന്താ കാട്ടുക? അപ്പോൾ നാളെ ഏതായാലും 10 മണിക്കാണ്, 10:05-നാണ് പട്ടിക്കാട് ട്രെയിൻ വരിക. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേന് അങ്ങോട്ട് പോകണം. ആറ്റിയമ്മ പോയാൽ നിന്നിട്ട് വണ്ടി അവിടെ പൂട്ടി വെച്ചുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് വണ്ടി കയറി പോകും. പിന്നെ കൊച്ചുവേളി ചെന്നിറങ്ങും. കൊച്ചുവേളി ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ബസ് ഉണ്ടാവും രാവിലെ. വേറെ എവിടെയും കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഒരു 5 മണിൻ്റെ ഉള്ളിലായിട്ട് കൊച്ചുവേളി എത്തും. അതല്ലാന്നുണ്ടെങ്കിൽ 5-5:30 ആവും. എന്നാലും കുടിയൊക്കെ എത്തുമ്പോഴത്തേന് 6-6:30 ആവും. തിരുവനന്തപുരത്ത് തിരുവല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം. അവിടെയാണ് ഇപ്പോൾ കല്യാണം ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ അവിടേക്ക് എത്തണമെങ്കിൽ തന്നെ ഈ പറയുന്ന മാതിരി തന്നെ മനുഷ്യൻ നേരം വെളുക്കോളം വണ്ടിയിലിരിക്കണുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്നാൽ ബുക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ പിന്നെ നമുക്ക് 10 മണിക്കാണ് കയറി ഇവിടുന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞിട്ടാണ് പോയാൽ മതി, ഭക്ഷണം കഴിച്ചിട്ട്. എന്നിട്ട് വണ്ടിയിൽ കയറി ഇരിക്കുക, കിടക്കണമെങ്കിൽ കിടക്കാം. രാവിലെ ആകുമ്പോഴത്തേനും അവിടെ എത്തും. ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങണം, ഇരിക്കണവർക്ക് ഇരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഏതായാലും ഇനിയിപ്പോൾ ഏതായാലും കൂടുതലൊന്നുമില്ല. പിന്നെ 2-3-4 കമൻ്റൊക്കെ വന്നിക്കണു. അതിനോട് സ്നേഹമുള്ളവരാ തോന്നുന്നുണ്ട്, കാരണം അങ്ങനെയൊക്കെ കമൻറ്റിലുണ്ട്. ഞാൻ വായിച്ചൊക്കെ ചെയ്തു. ഞാൻ ആർക്കും മക്കളെ ഈ മറ്റേ സോഷ്യൽ മീഡിയയിൽ വന്ന് പരദൂഷണം പറയുന്നവർക്കൊന്നും മറുപടി പറയാനൊന്നും ഞാൻ നിൽക്കില്ല. അതിനൊക്കെ ഞാൻ ആരാ? അതിനുള്ള വിവരമൊന്നും ഞമ്മക്കില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയണു. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞ് തീരെ നമ്മളൊന്നും പറയാതിരുന്നാൽ നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെയല്ല, പാവപ്പെട്ട പെൺകുട്ടികളെ പറയുമ്പോൾ മനസ്സിങ്ങനെ നീറുക. അപ്പം എന്തെങ്കിലും പറഞ്ഞു പോണതാ.
തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുള്ളൂ, അല്ലാതെ ഇപ്പം എന്താ പറയുക. ഞാൻ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പറയണതെന്ന് മനസ്സിലായി. തെറ്റൊന്നുമില്ല നിങ്ങൾ പറയണതിൽ, സന്തോഷമുള്ളൂ, സ്നേഹമുള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം. അപ്പോൾ അസ്സലാമലൈക്കും. ഇനി അവിടുത്തെ വിശേഷങ്ങൾ ഇടുന്നുണ്ട്, കല്യാണത്തിൻ്റെ വിശേഷങ്ങളും. അവിടെ നമ്മളെ ഇവിടുത്തെ മലപ്പുറത്തെ മാതിരിയല്ല, 3 ദിവസത്തെ കല്യാണം. 18-ാം തീയതി, 19-ാം തീയതി, 23-ാം തീയതി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മണ്ഡപങ്ങളിലേക്കാരം, വീട്ടിലുണ്ടാവില്ല ഒരു പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വന്ന് നമ്മളെ ഈ മലപ്പുറത്ത് പെരിന്തൽമണ്ണ വന്ന് കല്യാണം പറയുമ്പോൾ പിന്നെ നമ്മൾ പോകണ്ടേ. ആയിക്കോട്ടെ, എന്നാൽ അസ്സലാമലൈക്കും, എല്ലാവർക്കും സലാം.